Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. പശ്ചാത്തല വികസനം, പാർപ്പിടം, കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 54.99 കോടി രൂപ വരവും 54.20 കോടി രൂപ ചെലവും കണക്കാക്കുന്ന ബജറ്റിൽ 78.86 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണ പദ്ധതി, പ്രാദേശിക റോഡുകളുടെ നിർമ്മാണം, പുനരുദ്ധാരണം, ചെറുകിട സംരംഭങ്ങൾക്ക് ധനസഹായം തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്കായി 54,39,35,795 രൂപ വരവും 54,20,49,605 രൂപ ചെലവും 78,86,190 രൂപ നീക്കിബാക്കിയും കണക്കാക്കിയിട്ടുണ്ട്. വരവുകളുടെ അവലോകനം, വിഭവ സമാഹരണം. മുൻവർഷത്തെ അപേക്ഷിച്ച് തനത് വരുമാനത്തിൽ 25 ലക്ഷം രൂപയുടെ വർധനവ് ലക്ഷ്യമിടുന്നു. നടപ്പ് സാമ്പത്തിക വർഷം നികുതി പിരിച്ചെടുക്കൽ കാര്യക്ഷമമായി നടന്നുവരുന്നു. 24-25 സാമ്പത്തിക വർഷത്തിൽ കെട്ടിടങ്ങളിൽ വരുത്തിയിട്ടുള്ള അധിക നിർമ്മിതികൾ പരിശോധിച്ച് നികുതി നിർണ്ണയം നടത്തണമെന്ന് ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും സർക്കാർ പുറപ്പെടുവിച്ചിരുന്ന നിബന്ധനകളും ആയതിനനുവദിച്ച പ്രതിഫല തുകയും ലക്ഷ്യമിട്ട പദ്ധതി പ്രവൃത്തി പൂർത്തീകരണത്തിന് തടസ്സമായി. ഈ പദ്ധതി വർഷം അധിക നിർമ്മിതികൾ കണ്ടെത്തി നികുതി പുനർനിർണ്ണയം നടത്തി വരുമാന വർധനവ് ലക്ഷ്യമിടുന്നു. പശ്ചാത്തല മേഖലയിൽ 3.75 കോടി രൂപയുടെ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ ലക്ഷ്യമിടുന്ന ബജറ്റിൽ ലൈഫ് ഭവന പദ്ധതിക്കായി 1.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കായി 1,06 ലക്ഷം രൂപയും വനിതാ ശിശു വികസനത്തിന് 55 ലക്ഷവും പാലാട് മിനി സ്റ്റേഡിയത്തിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷവും വഴിക്കടവ് ബസ് സ്റ്റാൻഡിൽ ഗാന്ധി സ്മൃതി മണ്ഡപം സ്ഥാപിക്കാൻ 5 ലക്ഷവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യ ലഘൂകരണത്തിന് 4.80 കോടിയും ആരോഗ്യമേഖലയ്ക്ക് 1 കോടിയും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമായി 70 ലക്ഷവും കാർഷിക മേഖലയ്ക്ക് 60 ലക്ഷത്തോളവും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് 1 കോടിയിലധികവും വൃദ്ധരുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിന് 1 കോടി എന്നിങ്ങനെയും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.